64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പൂക്കി കലോത്സവം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കലോത്സവത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, പൂക്കി കലോത്സവം എന്നാണ് അങ്ങ് തന്നെ അടയാളപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം? വരും തലമുറയുടെ ഒരു കലോത്സവമാണല്ലോ. ചെറുപ്പക്കാരുടെ കലോത്സവമാണ്. അപ്പോൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കലോത്സവത്തിൻ്റെ പേര് തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തരവാദിത്ത കലോത്സവം, നേരത്തെ പറഞ്ഞ പോലെ പൂക്കി കലോത്സവം. അപ്പം അതെല്ലാം പുതിയ വാക്കുകളും പുതിയ ചിഹ്നങ്ങളും എല്ലാം ആധുനികമായ ഒരു ലോകത്തെ അടയാളപ്പെടുത്തുകയാണ്. അത് കുട്ടികൾക്ക് ആവേശം ഉണ്ടാക്കും. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ളൊരു യാത്ര. മിനിസ്റ്റർ തന്നെ ഒരു ഡയലോഗ് ഫേസ്ബുക്കിൽ കുറിച്ചു, ലവ് യു ടു ദ മൂൺ ആൻഡ് ദ ബാക്ക്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പിടിച്ച ചായക്കപ്പിലെ വാചകങ്ങൾ അതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ പ്രസംഗത്തിൽ അവസാന വാക്കായി പറഞ്ഞത്. കലോത്സവത്തിൻ്റെ ആദ്യ ദിവസം പിന്നിടുകയാണ്. അങ്ങ് വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടോ? വിചാരിച്ചതിനേക്കാൾ കാര്യങ്ങൾ മുന്നോട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ മെയിൻ വേദിയിൽ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. 8:30 മണിക്ക് ഞാനിവിടെ വന്നു. കൃത്യം 9:32 ആരംഭിച്ചു. നാടകത്തിൽ വെച്ച് സമയം വ്യത്യാസം വന്നു. ഗംഭീരമായിട്ട് നടക്കുന്നു. അപ്പോൾ പൂക്കി കലോത്സവം അടിപൊളിയാകട്ടെ എന്ന് അങ്ങക്ക് കൂടി. പൂക്കി കലോത്സവം നമ്മുടെ കുട്ടികളുടെ പൂക്കി കലോത്സവം എന്ന് പറയട്ടെ, ഞാൻ ഉത്തരവാദിത്ത കലോത്സവം എന്ന് പറയാം. ഓക്കെ, മന്ത്രി ഉത്തരവാദിത്ത കലോത്സവമെന്നും പൂക്കി കലോത്സവമെന്നും ഒക്കെ വിലയിരുത്തുന്നു. കുട്ടികളടക്കം മുഴുവൻ സമയവും മന്ത്രിക്കൊപ്പമുണ്ട്. എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്, പക്ഷേ അദ്ദേഹം അതുപോലും വകവയ്ക്കാതെയാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഈ കുട്ടികളടക്കം എല്ലാവരും ഒരേ സമയത്ത് മന്ത്രി ശിവൻകുട്ടിക്കൊപ്പം ചേരുന്നത്. ഈ കലോത്സവത്തിന്റെ വിജയത്തെ കൂടി എടുത്തു കാണിക്കാൻ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും മുഴുവൻ സമയവും സജീവമായി തൃശ്ശൂരിലെ കലോത്സവ വേദികൾ ഉണ്ടാകും വി ശിവൻകുട്ടി. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.